സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം എന്ന വാർത്ത വരുന്നു. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയം, വൃക്ക, കരൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യും എന്നാണ് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അലക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഹൃദയം തിരുവനന്തപുരം കിംസിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം. എന്താണ് കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? എപ്പോഴേക്ക് യാത്ര തുടങ്ങും? കൂടുതൽ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ടോ? ഇതിൽ നിന്ന് സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം നടക്കുന്നു. അതിൽ പ്രധാനം ഹൃദയം മാറ്റം എന്നുള്ളതാണ്. തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണലാൽ, അദ്ദേഹം ആനേറ ഒരുവാതിൽക്കോട്ട സ്വദേശിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ ഒരുവാതിൽക്കോട്ടയിൽ രാത്രി ഏതാണ്ട് 9-9:30 മണിയോടുകൂടി കടയിൽ സാധനം വാങ്ങാൻ സൈക്കിളിൽ പോകവെയാണ് ഒരു കാർ ഇടിച്ചുള്ള അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ, അതായത് 4-ാം തീയതി അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വെൽഡിംഗ് ജീവനക്കാരനാണ് കൃഷ്ണലാൽ. 33 വയസ്സാണ്. നമുക്കറിയുന്നത് 33 വയസ്സാണ് അദ്ദേഹത്തിന്. എസ് കൃഷ്ണലാൽ എന്നാണ് മുഴുവൻ പേര്. ഈ തീരാവേദനയിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അച്ഛനും സഹോദരിമാരും അടക്കമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം മൂളുകയായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിവിധ അവയവങ്ങൾ, അത് 5ഓളം അവയവങ്ങൾ ദാനം ചെയ്യുന്നു. 5 പേർക്ക് പുതുജീവൻ കൃഷ്ണലാൽ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയമാണ്. ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിലേക്ക്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയം കൊണ്ടുപോകും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൂടി നടക്കാൻ ഒരുങ്ങുന്നു. 1 മണിയോടുകൂടിയായിരിക്കും ഈ ഹൃദയം കൊണ്ടുപോകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എയർ ആംബുലൻസ് വഴിയായിരിക്കും ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തിക്കുക. അവിടെ നിന്ന് റോഡ് മാർഗം കോട്ടയത്ത് എത്തിച്ച് അതിനുശേഷം റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. തുടർന്ന് അവിടെ ഹൃദയ സംബന്ധമായ അസുഖമായി ചികിത്സയിലുണ്ടായിരുന്ന രോഗിക്ക് ഈ ഹൃദയം നൽകും. ആ പ്രൊസീജിയറുകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ ക്രോസ് മാച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം കിംസ് ആശുപത്രി, അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്ന കിംസ് ആശുപത്രിയിലേക്ക് തന്നെ നൽകും. കരളും തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് നൽകാനാണ് തീരുമാനം. ഒപ്പം നേത്രപടലങ്ങൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് നൽകാനും ദാനം ചെയ്യാനുമാണ് ഈ സമയത്ത് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും 1 മണിയോടുകൂടിയായിരിക്കും ഈ നടപടിക്രമങ്ങൾ നടക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കിംസ് ആശുപത്രിയോട് ചേർന്ന് തന്നെ എയർ ആംബുലൻസ് സംവിധാനം, അതായത് ഹെലികോപ്റ്റർ ഇറങ്ങുന്നുള്ള സംവിധാനം ഒരുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്ന നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും എയർ ആംബുലൻസ് വഴി ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക. ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതാണെങ്കിലും വലിയ രീതിയിൽ റോഡ് മാർഗം ആശ്രയിക്കേണ്ടി വരില്ല. ഹൃദയം കൊണ്ടുപോകുന്നതിന് വേണ്ടി എയർ ആംബുലൻസ് വഴി അത് കോട്ടയത്ത് എത്തിക്കും. കോട്ടയത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് റോഡ് മാർഗം ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക. ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങേയറ്റം തീരാവേദന ആ കുടുംബത്തിനുണ്ട്. 33 വയസ്സുകാരനാണ്. മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വെൽഡിംഗ് ജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റിയിരുന്നെന്ന് മനസ്സിലാക്കുന്നു. അത് അദ്ദേഹത്തിന്റെ വേർപാട് ആ കുടുംബത്തിനെ സംബന്ധിച്ച് തീരാവേദനയാണ്. ആ വേദനയിലും അച്ഛനും സഹോദരിമാരും. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം, അതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഗതാഗതം കാര്യമായി ഒരുക്കേണ്ടതില്ല വരില്ല. കാരണം ഇത് എയർ ആംബുലൻസ് വഴിയായിരിക്കും ഹൃദയം കോട്ടയത്തേക്ക് എത്തിക്കുക എന്നാണ് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.